എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഒരു പുസ്തകം വായിക്കുമ്പോൾ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് ആ പുസ്തകത്തിലൊരു മുഖ്യമായൊരു വരി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വരി എന്താണെന്ന് വെച്ചാൽ, ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതിൻ്റെ പല ഗുണങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. അതിൽ വളരെ മുഖ്യമായൊരു ഗുണം അവർ പറയുന്ന ആ പുസ്തകത്തിൽ പറയുന്നത്, നമ്മുടെ മനസ്സിനെ വലിയൊരു അളവിൽ ഈ മെഡിറ്റേഷന് ഒരു കൺട്രോളിൽ വയ്ക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പൊതുവേ മനസ്സിൽ എന്ത് തോന്നുന്നോ അങ്ങനെ ചെയ്യുന്ന മനുഷ്യരാണ് അധികം. പക്ഷേ ഒരു സെക്കൻഡ് തോട്ട്, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു രണ്ടാമത്തെ ചിന്ത ഇത് ശരിയാണോ, നമ്മൾ ചെയ്യണോ എന്നുള്ള നമുക്ക് പെട്ടെന്ന് ഒരു ഫോൺ ചെയ്യണം, സംസാരിക്കണം എന്ന് പറയുന്ന മുമ്പ് സംസാരിക്കണോ, അല്ലെങ്കിൽ സംസാരിക്കണമെങ്കിൽ എന്താണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളൊരു സെക്കൻഡ് തോട്ട് നല്ലതാണ് അല്ലേ പൊതുവെ. പക്ഷേ ചില തീരുമാനങ്ങൾ നമ്മൾ പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നതോടെ ചില മനുഷ്യർ പെട്ടെന്ന് ചെയ്യും. അതുകൊണ്ടൊക്കെയാണ് മനുഷ്യൻ്റെ മനസ്സ് അടുത്ത നിമിഷം എന്താ ചെയ്യാന്ന് അറിയാത്ത ഒരു വിസ്മയമാണെന്ന് കൂടി പറയാറുണ്ട് പലരും. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നല്ല മനുഷ്യരായിരിക്കും, പെട്ടെന്നായിരിക്കും അവർ ദേഷ്യപ്പെടുന്നത്, പെട്ടെന്നായിരിക്കും വേറൊരു ചിന്തയ്ക്ക് പോകുന്നത്. പിന്നെ അവർ റിഗ്രറ്റ് ചെയ്യുമോ, നമ്മളങ്ങനെ പറഞ്ഞല്ലോ, നമ്മളങ്ങനെ പറഞ്ഞിരിക്കാമല്ലോ, എന്തിനാണത് പറഞ്ഞത്, പറയാതിരുന്നിരിക്കാമല്ലോ, അല്ലെങ്കിൽ ദേഷ്യപ്പെടാതിരുന്നിരിക്കാമല്ലോ എന്നൊക്കെ മനുഷ്യർ എപ്പോഴും ദുഃഖിക്കാറുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും മനുഷ്യർ പരസ്പരം ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നത്. സോ ഒരു മനുഷ്യ മനസ്സ് പെട്ടെന്ന് എന്ത് മാറ്റങ്ങളിലേക്ക് എടുത്തു ചാടാം എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഞാൻ പറയാൻ പോകുന്ന ഒരു കഥ. ഒരു പലചരക്ക് കട കഴിഞ്ഞ 30 കൊല്ലങ്ങളായിട്ട് ഒരാളാണ് അവിടെ പുറത്തുനിന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതും വിൽക്കുന്നതും ലാഭം നോക്കുന്നതും അത് കൊണ്ടുപോയി മുതലാളിയെടുത്ത് കൊടുക്കുന്നതും 30 കൊല്ലങ്ങളാണ്. പക്ഷേ അദ്ദേഹത്തിന് അധികം വരുമാനമില്ല. അദ്ദേഹത്തിന് വളരെ കുറച്ച് തുച്ഛ ശമ്പളം മാത്രമേ. അതുകൊണ്ടാണ് കഷ്ടപ്പെട്ട് അദ്ദേഹം തൻ്റെ ഭാര്യയും മക്കളെയും നോക്കുന്നത്. ഇങ്ങനെ 30 കൊല്ലം കഴിഞ്ഞ് ഒരു 1-2 മാസം ആകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം അയാൾക്ക് തോന്നി, വൈകുന്നേരം ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഈ പണമൊക്കെ ലാഭം സമ്പാദിച്ച പണം കൊണ്ട് മുതലെടുത്ത് കൊടുക്കണമല്ലോ, ഈ കച്ചവടം ചെയ്ത പണവും ഈ ലാഭ പണം എടുത്ത് നമുക്ക് പോയാൽ എന്താ, നമുക്ക് ഇതുവഴി ഈ കട പൂട്ടിയിട്ട് നമ്മൾ താക്കോൽ കൊണ്ട് പോയാൽ എന്താ എന്ന് അയാൾക്ക് ചിന്ത വരും. അയാൾ നേരെ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ട് ടിക്കറ്റ് വാങ്ങിക്കണം, എവിടേക്കെങ്കിലും പോകണമല്ലോ, പണമുണ്ട്, താക്കോലോട്ടേക്ക് കൊടുക്കാൻ പറ്റില്ല, താക്കോലോടെങ്കിലും കളയാന്നൊക്കെയാണ് പുള്ളിക്കാരൻ്റെ പ്ലാൻ. പക്ഷെ കുറേ പണമുണ്ട്, അന്നത്തെ കച്ചവടമായ പണവും അതിൽ കിട്ടിയ ലാഭവും. സോ ലാഭമാണ് സാധാരണ മുതലെടുത്ത് കൊടുക്കുക, കച്ചവടമായ പണവും ഈ ലാഭപണം രണ്ടും കൂടി മുമ്പ് പറഞ്ഞതുപോലെ ഒക്കെ പോക്കറ്റിൽ വെച്ചിരിക്കുകയാണ്. ടിക്കറ്റ് എടുക്കാൻ പോകുന്നത് എവിടേക്കാണ് പോകേണ്ടത് എന്ന് പറയുമ്പോൾ ഇയാൾക്ക് എന്താ പറയേണ്ടതെന്ന് ഉത്തരമില്ല. തെറ്റുകൾ ചെയ്യുമ്പോൾ പലപ്പോഴും സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ സൈക്കോളജിസ്റ്റ് പറയാറുണ്ട്. അതുപോലെയാണ് ഈ കഥയിലും. അയാൾക്ക് ഒന്നും സംസാരിക്കാൻ വയ്യ. പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുള്ള ഒരു സ്ഥലത്തിൻ്റെ ഡെസ്റ്റിനേഷൻ്റെ പേര് പറഞ്ഞു. ഉദാഹരണത്തിന് ഒരു തൂത്തുക്കുടി എന്ന് വയ്ക്കാം, തൂത്തുക്കുടിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് വാങ്ങിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരേ ചിന്ത, തന്നെ ആരും കാണാൻ പാടില്ല, അതും നമുക്ക് പരിചയമുള്ള ആരും ഒരിക്കലും നമ്മളെ കാണാൻ പാടില്ല. എങ്ങനെ കണ്ടുപിടിച്ചാൽ എവിടെയാ ഇയാൾ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായതും എവിടേക്കാണ് പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയില്ലോ. അങ്ങനെ നോക്കുമ്പോഴുണ്ട് ഒരു ആ ഗ്രാമത്തിലുള്ളൊരു പോലീസുകാരൻ, എന്താ നിങ്ങളിവിടെ എന്ന് ചോദിക്കുന്നു. അല്ലല്ല, ഞാൻ അയാളെ കാത്തിരിക്കുക, എന്തൊക്കെയോ അയാൾ പൊറുപുറത്തു. പിന്നെ കാണാൻ അയാൾ പോയി. അങ്ങനെ ട്രെയിൻ വരാറായി. ആകെ ഇയാൾക്കൊരു അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ, ഒരു കളവോ നുണയോ ഒന്നുമില്ല, എപ്പോഴും റിലാക്സ് ആയിട്ടുള്ള ഒരാളാണ്. അയാൾക്കൊരു പരിഭ്രമം, കുറ്റം ചെയ്യാതെ ആദ്യം ചെയ്യുമ്പോഴുള്ള ഒരു ഹൃദയത്തിലെ തുടിപ്പുകൾ, അങ്ങനെ എല്ലാം കൂടി ട്രെയിൻ വന്നപ്പോൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ ചുറ്റും നോക്കിയപ്പോൾ ആരും പരിചയക്കാരും ഇല്ല. ഭാഗ്യം എന്ന് വിചാരിച്ചു. പെട്ടെന്ന് കാലിൽ നോക്കിയപ്പോൾ ഇയാൾ ഈ പണം കൊണ്ടുവരുന്ന ഈ ധൃതിയിൽ ചെരുപ്പിട്ടിട്ടില്ല. അപ്പോൾ ആൾക്കാരെങ്ങനെ നമ്മളെ കണ്ടാൽ ചെരുപ്പില്ലാണ്ട് പോകണം, അത്ര വലിയ ട്രെയിൻ, നല്ല ട്രെയിനിൽ ആൾക്കാരൊക്കെ കണ്ടാലോ ആ ചിന്ത ഒരു നാണക്കേട് വന്നിട്ട് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുകയായിരുന്നു. പിന്നെ മെല്ലെ വണ്ടി പുറപ്പെടുന്ന സമയത്ത് ഇയാളുടെ മനസ്സിൽ ഒരു ചിന്ത തോന്നി, അയ്യോ നമ്മൾ എന്തിനാണ് ഇത്രയും കൊല്ലം നല്ല ആൾ, നമ്മൾ നല്ലൊരു മനുഷ്യനായി ജീവിച്ചിട്ട് നമ്മൾ എന്തിനാണ് ഇങ്ങനെ കളവ് ചെയ്യുന്നത്. അങ്ങനെ മനസാക്ഷി ഇയാളോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഇയാൾ മെല്ലെ സ്റ്റാർട്ട് ചെയ്യുക, ട്രെയിനിൽ നിന്ന് ഓടിച്ചാടി താഴെ വീണു. ഒന്നും സംഭവിച്ചില്ല, ഇറങ്ങി എന്ന് പറയാൻ വേണമെങ്കിൽ, ചെരുപ്പില്ല. അങ്ങനെ ഇയാൾ നേരെ അയാളുടെ മുതലാളിയുടെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, എന്താണ് ഇത്ര താമസിച്ചത്? അല്ല, കുറച്ച് കച്ചവടം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ താമസിച്ചത് എന്ന് പറയും. അപ്പോൾ അന്നത്തെ കാശും
മറ്റേ ലാഭം സമ്പാദിച്ച കാശ് ബാക്കിയുള്ള കണക്കുകളെല്ലാം കൊടുക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞു 30 കൊല്ലങ്ങളായി എനിക്ക് ശമ്പളം ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നു, 4 കൊല്ലങ്ങളെങ്ങാണ്ടായി, നിങ്ങളിപ്പോൾ ഇൻക്രിമെൻറ്റ് തന്നിട്ട് എന്തെങ്കിലും ഒരു ഇൻക്രിമെൻറ്റ് തരണ്ടേ? അതൊന്നും തരാൻ പറ്റില്ല, ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞാൽ അയാൾ അഹങ്കാരത്തോട് വാതിലടച്ചിട്ട് പോയി. ഇയാൾ വീട്ടിൽ പോയെന്നും പോലെ വീട്ടിലേക്ക് പോയി. കഥ കഴിയുന്നവിടെ. പക്ഷെ തെറ്റുകൾ ചെയ്യാനായിട്ട് ഒരു പുതിയ ചിന്ത വന്നിട്ട് നന്മയുടെ അല്ലെങ്കിൽ ഒരു സത്യസന്ധയുടെ പാതയിൽ നിന്ന് ഒരു വ്യതിചലനത്തോടു കൂടി ആരും ഒരു തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് ആരോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്, ഈ തെറ്റ് ചെയ്യാൻ പാടില്ല, ഇത് പാപമാണ്, ഇത് ശരിയല്ല എന്നുള്ള ഒരു സൂചന തന്നുകൊണ്ടേയിരിക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ നമുക്കൊരു ഭയമുണ്ട്, നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബക്കാർക്ക് ഇതൊരു കള്ളൻ്റെ ഭാര്യയാണ്, കള്ളൻ്റെ മക്കളാണ്, കള്ളൻ്റെ മാതാപിതാക്കളാണെന്നൊക്കെ പറയുമോ എന്നുള്ള ആ ഒരു പേടി. അതുകൊണ്ട് ലോകത്തിൽ വളരെ വിജയകരമായിട്ടുള്ള ആൾക്കാരൊന്നും തെറ്റ് ചെയ്യാത്ത ആൾക്കാരൊന്നും അല്ല കേട്ടോ. ഏകദേശം എല്ലാം ബിഹൈൻഡ് എവറി മാൻ സക്സസ് ദർ ഇസ് എ ക്രൈം എന്നൊരു പ്രൊഫസർ പറയാറുണ്ട്. ബിഹൈൻഡ് എവറി മാൻ സക്സസ് ദർ ഇസ് എ വിമൺ എന്നൊക്കെ പറയും. ഇതെല്ലാം ബിഹൈൻഡ് എവറി മാൻ സക്സസ് ദർ ആർ വിമൺ എന്ന് പറയും. പക്ഷേ ഈ പ്രൊഫസർ പറയും കാലം മാറിയിടോ, ബിഹൈൻഡ് എവറി മാൻ സക്സസ് ദർ ആർ ക്രൈംസ് എന്ന്. അങ്ങനെയൊക്കെയാണ് കുറേ പേര് എന്താണ് ചാരായം കള്ളും വിട്ടിട്ട് സർവകലാശാല തുടങ്ങിയ ആൾക്കാരൊക്കെ ഇല്ലേ, എത്ര പേര് പറയാം, രാഷ്ട്രീയത്തിൽ വന്നിട്ട് മുഖച്ഛായ മാറ്റി അല്ല, അങ്ങനെ എത്രയോ പേരുണ്ട്. പക്ഷെ ഇതുപോലത്തുള്ള പാവങ്ങൾക്ക് അവർക്ക് മനസ്സാക്ഷി തന്നെ, അവർക്കതൊന്നും ചെയ്യാനായിട്ടുള്ള മനസ്സില്ല. പറഞ്ഞു വന്നത് മെഡിറ്റേഷൻ, ധ്യാനം ചെയ്യുന്ന സമയത്ത്, അതുകൊണ്ട് ധ്യാനം ചെയ്യുന്ന ആൾക്കാരൊന്നും തെറ്റ് ചെയ്യുന്നില്ല എന്നല്ല. യേശുക്രിസ്തു പറഞ്ഞതുപോലെ നിങ്ങളിൽ തെറ്റ് ചെയ്യാത്തവൻ ആരോ അവൻ ആദ്യം കല്ലെറിയട്ടെ എന്ന് പറഞ്ഞതുപോലെ നമ്മളിലൊന്നും തെറ്റ് ചെയ്യാത്ത ആൾക്കാരൊന്നുമില്ല. പക്ഷേ എന്താണ്, തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് മനസാക്ഷി നിന്ന് കറക്റ്റ് ചെയ്യും. ഒരു കള്ളൻ പാശ്ചാത്യപിക്കണ ഒരു അച്ഛനെ വിളിച്ചിട്ട്, പള്ളിയിലെ അച്ഛനെ വിളിച്ചിട്ട് ഒന്ന് തെറ്റുകളൊക്കെ ഏറ്റു പറയണമെന്ന് അങ്ങനെ പറയുന്ന സമയത്ത് ന്യൂസ് കിട്ടിയിട്ട് ഒരു കേരളത്തിലെ ബിഷപ്പാന്ന് തോന്നുന്നു, അദ്ദേഹം ജയിലിലേക്ക് പോയി ആ കുറ്റവാളി കാണുകയാണ്. പൊട്ടിക്കരയാണ് അയാൾ. അങ്ങനത്തെ ഒരു ദേഷ്യത്തിൽ എന്തോ ഞാൻ തെറ്റ് ചെയ്തു പോയി, എന്നെ ക്ഷമിക്കണം അച്ഛാ, എനിക്ക് ക്ഷമാപനം തരണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പൊട്ടിക്കരയുന്ന സമയത്ത് ഈ ബിഷപ്പിന് അയാളുടെ ആ പശ്ചാത്തലം കണ്ടിട്ടും അയാളുടെ മുഖത്തുള്ള നിഷ്കളതയും സ്നേഹവും കരുണയും എല്ലാം കണ്ടിട്ട് ഇയാളാണോ അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് തോന്നുന്നു. എന്നിട്ട് ഈ ബിഷപ്പ് ഒരു സെൻറ്റൻസ് പറയും, അത് ഈ ക്രിസ്തീയ മഠങ്ങളിലൊക്കെ ഭയങ്കര ഒരു വിസ്മയമായിരുന്നു. അദ്ദേഹം പറഞ്ഞോടോ, തെറ്റ് ചെയ്യാത്ത ആരുമില്ല, എല്ലാവരും തെറ്റ് ചെയ്യും, ഒരു വ്യത്യാസമുള്ളൂ, താൻ കുടുങ്ങി എന്ന് പറഞ്ഞു. നീ കുടുങ്ങിപ്പോയി, അത്രയേ ഉള്ളൂ, കുടുങ്ങാത്ത എത്ര പേരുണ്ടോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ഒരു ലെറ്ററൊക്കെ അദ്ദേഹം കൊടുക്കുന്ന പറയും, ഇയാൾ വേഗം ഇയാൾക്കൊരു വിടുതൽ കൊടുത്തിട്ട് ഇയാൾക്കൊരു പുതിയ ജീവിതം കൊടുത്തുകൂടെ എന്നൊക്കെ. അപ്പോൾ മെഡിറ്റേഷൻ എന്താ വെച്ചാൽ നമ്മുടെ മനസ്സൊരു തിരമാലയാണ്. മനസ്സൊരിങ്ങനെ കടലിൽ നിന്നൊരു അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ചിന്തകൾ. ഒരാളെ നമ്മൾ വെറുക്കുകയാണെങ്കിൽ ആ ചിന്തകൾ നമ്മളെ വെറുപ്പിച്ചുകൊണ്ടേയിരിക്കും. അയാൾ എങ്ങനെ നശിപ്പിക്കാം, എങ്ങനെ കുറ്റം പറയാം, എങ്ങനെ അയാളെ ഇല്ലാതാക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അതിൻ്റെ ഒരു മതിലാണ് ഈ ബുദ്ധി, ഇൻ്റലക്റ്റ്. ആ ബുദ്ധി കൊണ്ട് വേണം നമ്മുടെ തീരുമാനങ്ങൾ. ഈ കടലിലെ അലകൾ ഇങ്ങനെ വരുന്ന സമയത്ത് അതിനെയൊക്കെ ഒരു ചുമര് വെച്ചിട്ട് ഉള്ളിലേക്ക് വരാതിരിക്കാനായിട്ട്. അതുകൊണ്ട് മനസ്സുകൾ തരുന്ന ആ ഇമ്പൾസീവ് അഡ്വൈസസ് നമ്മൾ ഉടനെ അത് ചെയ്യാതെ നമ്മൾ ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് ചെയ്യാമോ ചെയ്യരുതോ എന്താണെന്നൊക്കെ നമ്മൾ തീരുമാനിക്കാനുള്ളൊരു ടൂളാണ് നമ്മുടെ അറിവ് അല്ലെങ്കിൽ ഇൻ്റലക്റ്റ് അല്ലെങ്കിൽ ബുദ്ധി. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ആലോചിച്ച് പ്രവർത്തിച്ചു കൊണ്ടായിരിക്കും ബുദ്ധന് പോലും ബുദ്ധൻ എന്ന് പറയാൻ ആ പേര് വരാൻ കാരണം. പത്രിജിയുടെ ഒരു സ്പീച്ചിലുണ്ട്, ബുദ്ധിയുള്ളവൻ ബുദ്ധൻ, ബുദ്ധിയില്ലാത്തവൻ ബുദ്ധു എന്ന് പറയും, വിഡ്ഢി എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ പലപ്പോഴും എല്ലാവർക്കും ബുദ്ധിയുണ്ട്, പക്ഷേ നമ്മൾ പലപ്പോഴും അത് നമ്മുടെ വികാരങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിൽ നമ്മളത് ചെയ്യാറില്ല, അത് ഉപയോഗിക്കാറില്ല. നമ്മുടെ മനസ്സിൽ തോന്നുന്ന കുട്ടികളൊക്കെ നമുക്കൊന്ന് ആലോചിക്കേണ്ട, ഇങ്ങോട്ട് എടുത്ത് ചാടും, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, അങ്ങനെ വളർന്ന കുട്ടികളായിട്ടൊക്കെയാണ് പലരും, നമ്മളിൽ പലരും കൂടെയുണ്ട്. അപ്പം അങ്ങനെ കുട്ടിത്വം നല്ലതാണ്, അത് സന്തോഷമായിരിക്കുന്നത്. കുട്ടികളുടെ മനസ്സിലുണ്ടല്ലേ നമ്മൾ മറ്റുള്ളവരൊക്കെ ക്ഷമിക്കുന്നത്. നമുക്ക് നന്നായി അറിയാം, നമ്മുടെ മുമ്പിൽ നമ്മളോട് സംസാരിക്കുന്നത് പലരും നമ്മളെയൊക്കെ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമുക്കറിയാം. ഓഫീസിലായാലും കുടുംബത്തിലായാലും സ്വന്തം ബന്ധങ്ങളിലായാലും സമൂഹത്തിലായാലും സ്പിരിച്വൽ ഗെറ്റ് ടുഗദറിലായാലും നമുക്ക് എന്തൊക്കെ ഒരു അറിയും. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് പറയും. രഹസ്യം എന്ന് പറഞ്ഞ ലോകത്തിലൊന്നുമില്ലല്ലോ, അതൊക്കെ വന്ന് പറയും. പക്ഷേ അതിൽ നമ്മളൊക്കെ ഫിൽട്ടർ ചെയ്ത് നോക്കിയിട്ട് പോട്ടെ, അവരെ ഒരിക്കൽ കൂടി ക്ഷമിക്കാനായിട്ടുള്ള മനസ്സ് നമുക്കുണ്ടല്ലോ പറഞ്ഞിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്.
പക്ഷേ എങ്കിലും നമ്മൾ മറ്റുള്ളവരെ ക്ഷമിക്കാനൊരു ഒരു ചാൻസാണ് എന്ന് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. നമ്മൾ നമ്മുടെ ജീവിതത്തിനെ നമ്മൾ തുടർന്നിങ്ങനെ കൊണ്ടുപോവുകയാണ്. കഴിയുന്നതും നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് നമ്മുടെ തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം. നമ്മുടെ മനസ്സ് പറയുന്നതല്ല, മനസ്സ് പറയുന്ന ഒന്നും നമ്മൾ ചെയ്യരുത്. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ പറയുകയാണ്, പ്രഖ്യാപിക്കുകയാണ്, മനസ്സ് പറയുന്ന ഒന്നും നിങ്ങൾ കേൾക്കരുത്. ആ മനസ്സ് പറയുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ, ചെയ്യാമോ എങ്ങനെ ചെയ്യാമെന്ന് ആലോചിച്ച് ബുദ്ധി കൊണ്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം. ഇത് എനിക്കും ചേർന്ന് ഞാൻ പറയുന്നതാണ്. പല സമയങ്ങളിലും ഞാൻ മനസ്സുകൊണ്ട് ആ മനസ്സ് പറയുന്നത് ചെയ്യും. ചിലപ്പോൾ ഞാൻ ഒരു പെട്ടെന്ന് ചില യാത്രകൾ ഞാൻ തീരുമാനിക്കും. അത് ചെയ്യരുത്. കുറച്ചുകൂടി ഹോംവർക്ക് ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞുകൂടി ആലോചിച്ച് യാത്രകൾ ചെയ്യാമെന്നൊക്കെ പലപ്പോഴും ഞാൻ തീരുമാനിച്ചപ്പോൾ മാറ്റങ്ങളുണ്ട്. അതുപോലെ മനസ്സോടെ ഇരിക്കട്ടെ. ഈ നല്ല മനസ്സ്, തങ്ക മനസ്സൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മനസ്സ് പലപ്പോഴും ആ മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ടും അതിൽ നമ്മൾ ഷാർപ്പായിട്ട് വയ്ക്കാനും നമ്മളുടെ ബുദ്ധിക്ക് അടിമയായിരിക്കണം ഈ മനസ്സ്. വേറെ ഒരു ജോലിക്കാരനായിരിക്കണം മനസ്സ്. അപ്പോൾ ആ മനസ്സിനെ നമ്മൾ എപ്പോഴും നമ്മുടെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്. പക്ഷേ ഇവന് മനസ്സിനെ പോലെ ഒരു എനിമിയും നമുക്കില്ല. പക്ഷെ മനസ്സ് പറയുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ എടുക്കാം. അത് ബുദ്ധി ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്ത് ബുദ്ധിയുടെ ക്ലിയറൻസ് കിട്ടിയിട്ട് വേണം മനസ്സ് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട്. സോ എല്ലാവർക്കും നല്ല മനസ്സുണ്ടാകട്ടെ. മനസ്സ് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് വളരെ ഷാർപ്പായിട്ടുള്ള ബുദ്ധി നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹം. നമസ്കാരം.